ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ അപകടാവസ്ഥയിൽ എന്നുള്ള കാഴ്ച ഇന്ന് ലോകം കണ്ട ദിവസമാണ്. PG ഡോക്ടേഴ്സ് താമസിക്കുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഹോസ്റ്റൽ സന്ദർശിച്ച ചാണ്ടി ഉമ്മൻ MLA അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടറാകാൻ പഠിക്കുന്ന 200ഓളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണിത്. കാലപ്പഴക്കത്തിൽ ഭൂരിഭാഗം റൂമുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഹോസ്റ്റലിൽ നിന്നാണ് വിദ്യാർത്ഥികളുടെ പഠനം. നമുക്കൊരു പുതിയ ഹോസ്റ്റൽ തന്നെയാണ് വേണ്ടത്. ഇത് അത്യാവശ്യം പഴക്കമുള്ള ഇതാണ്. ഇതിപ്പോൾ കാണുന്നത് പഴയ ബ്ലോക്കാണ്, അത് പുതിയ ബ്ലോക്കാണ്. പക്ഷേ ഇതിൽ ഒരുപാട് 100-200 പരം വിദ്യാർത്ഥികൾ താമസിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരു നല്ലൊരു കെട്ടിടം, നമുക്കൊരു സുരക്ഷിതമായി കിടക്കാൻ പറ്റുന്നൊരു കെട്ടിടം തന്നെയാണ് ഇപ്പം ആവശ്യമുള്ളത്. ഹോസ്റ്റൽ വിഷയത്തിൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചിരുന്നു. അറ്റകുറ്റപ്പണി ആരംഭിച്ചെങ്കിലും ഒന്നും പൂർത്തിയായില്ല. എല്ലാ വർഷവും കംപ്ലൈന്റ് കൊടുക്കുന്നതാണ്. ലെറ്റർ എല്ലാം നമ്മൾ കൊടുക്കേണ്ടവരെല്ലാം കൊടുക്കേണ്ടതാണ്. പക്ഷെ പ്രത്യേകിച്ച് നമുക്കൊരു ഉത്തരം എന്നുള്ള രീതിയിൽ എവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ മാത്രം നടക്കുന്നതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പുതിയ ഹോസ്റ്റൽ എന്നുള്ള ഒരു ആവശ്യം ഇതുവരെ അംഗീകരിച്ചു തന്നിട്ടില്ല. ഇതിനിടെ ചാണ്ടി ഉമ്മൻ MLA ഹോസ്റ്റൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളെ സർക്കാർ ചെലവിൽ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിന്റെ പേരിൽ പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. പലതവണ പരാതി പറഞ്ഞതാണ്. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഇനിയൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കണോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിനൊപ്പം ടോബി ജോൺസൺ, 24.